സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാനസയാണെങ്കിൽ സാഗർ കുടുംബത്തിലേക്ക് പോയി സത്യങ്ങളൊക്കെ ചോർത്തി അറിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ മാനസ അവിടെ വന്നു പോയത് ശരിക്കും പറഞ്ഞാൽ കൃഷോ സുജിയോ ആരും കണ്ടിട്ടില്ല. സത്യങ്ങൾ ശത്രുക്കൾ അറിഞ്ഞ കാര്യം ഇതുവരെ ദേവ്ജി ആവട്ടെ, സാഗർ ആവട്ടെ, സുജി ആവട്ടെ ആരും അറിഞ്ഞിട്ടില്ല. എന്നാൽ അറിഞ്ഞ സത്യം വന്ന് ജയമോഹനോട് പറയുമ്പം വിശ്വസിക്കാനാകുന്നില്ല. പലതവണ തന്നോട് സാഗർ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കരുത്താണ്, തൻ്റെ കുടുംബത്തിനപ്പുറം താൻ മറ്റൊന്നിനും മൂല്യം കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്ന സാഗറിൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായത് കേട്ട് ഞെട്ടിയിട്ടുണ്ട്. സുജയുടെ വിഷമത്തിൻ്റെയും അസുഖത്തിൻ്റെയും കാരണമറിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത ഷോക്ക് തന്നെ ആയിപ്പോയി. എന്നാൽ അതേസമയം ഇത് വിശ്വസിക്കാനും പറ്റുന്നില്ല. അപ്പോൾ മാനസ പറയുന്നു, ഞാൻ പറഞ്ഞതല്ല, സുജി ആൻറ്റിയുടെ വായാലെ പറഞ്ഞതാ എന്ന് പറഞ്ഞ് കേട്ട കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി പറഞ്ഞു കൊടുക്കുന്നു. അതേസമയം കൃഷി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അമ്മ തന്നോട് പെരുമാറിയ ഓരോ വാക്കും പെരുമാറ്റവും എല്ലാം ആലോചിച്ചിരിക്കുമ്പോഴാണ് സാഗർ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പം കാര്യം തിരക്കുന്നുണ്ട്, എന്താ മോനെ, എന്താ അവിടെ സംഭവിച്ചത്? അപ്പോൾ ബലരാമേട്ടൻ എന്തിയെ, ഏട്ടൻ എന്താ സംഭവിച്ചത്? എനിക്കറിയില്ല മോനെ, നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഏട്ടൻ എന്ത് സംഭവിച്ചാലും എവിടെ പോയെങ്കിലും ഉടനെ അമ്മയുടെ കൺമുന്നിൽ എത്തിക്കണം, അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ. എന്താ മോനെ, എന്താ സംഭവിച്ചത്? ഏട്ടനെ ഞാനും അച്ഛനും കൂടി ചേർന്ന് കൊന്നു കളഞ്ഞയാണോ എന്നാ അമ്മ എന്നോട് ചോദിച്ചത്. അത് കേട്ട് ആകെ തകരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സാഗർ, ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം പറ്റിയിട്ടുണ്ടെങ്കിലോ വയ്യായ്ക ഉണ്ടെങ്കിലോ അതറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ആരെയും പറഞ്ഞു വേണ്ട, അവിടേക്ക് വന്ന് കൂടുതൽ സങ്കടമായിട്ട് എന്തിനാ തിരികെ വരുന്നത് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നത് കണ്ടിട്ട് സാഗറാണെങ്കിൽ സമാധാനിപ്പിക്കുന്നു. ശരിക്കും നിനക്കറിയാമോ ബലരാമൻ എന്താ പറഞ്ഞതെന്ന്? ഈ കുടുംബത്തിൽ നിനക്കുള്ള സ്ഥാനമൊന്നും ബലരാമന് വേണ്ട, നിന്നോളം സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞു തന്നെയാണ് അവൻ വീട് വിട്ടു പോയത്. എവിടേക്ക് പോയതാണെന്ന് ചോദിച്ചാൽ തിരികെ ഗൾഫിലേക്ക് തന്നെ പോയതാ. സത്യങ്ങളെല്ലാം അറിഞ്ഞ് തീരുമാനമെടുത്ത് പുറത്തു വെച്ച് അവൻ എന്നെ മീറ്റ് ചെയ്തതൊക്കെ പറഞ്ഞത്. എന്നാലും ഏട്ടനെ പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു. അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ എന്തുകൊണ്ട് യോഗ്യൻ ഏട്ടൻ തന്നെയായിരുന്നു. ഇത്രയും നാൾ എടുത്തു വളർത്തിയ മകനാണെന്നറിയാൻ മേലാതെ എന്നെ സ്നേഹിച്ചു. അമ്മയുടെ ശരിക്കുള്ള മകനെ കിട്ടിയപ്പം അമ്മയ്ക്കൊന്ന് സ്നേഹിക്കാനുള്ള അവകാശമെങ്കിലും ഇല്ലേ? എന്തായാലും അച്ഛൻ കാണിച്ചതും ശരിയായില്ല, ഏട്ടനെ പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പം നീ അങ്ങനെ പറയല്ലേ മോനെ. ഇനി അച്ഛനായിട്ട് ഏട്ടനെ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഏട്ടനെ അന്വേഷിച്ച് ഞാൻ ഇറങ്ങുമെന്ന് കൃഷാണെങ്കിൽ തറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ദേവ്ജിയെ കാണാൻ സാഗർ വിഷമത്തോടെ വരുന്നു. എന്നാലും മകനെപ്പറ്റി എന്നോടും കൃഷ്ണനോടും ചോദിച്ചതിനെപ്പറ്റി എനിക്ക് യാതൊരു പിണക്കവുമില്ല. പക്ഷേ അതിനായി സുജി എടുത്ത ആ ഒരു മാർഗമാണ് ഏറ്റവും സങ്കടമാക്കുന്നത്. വിഷമം നടിച്ച് ഫുഡ് കഴിക്കാതിരുന്ന് സങ്കടപ്പെട്ട് മകനെ കാണണമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ എല്ലാവരും കൂടി കൃഷ്ണനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയപ്പം അവർ തങ്ങളിൽ നല്ല ബോണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ദേവ്ജി പറഞ്ഞത് പ്രകാരം ഞാനും എല്ലാവരും വീട്ടിൽ നിന്ന് മാറിയുന്നത്. എന്നിട്ട് മകൻ വാരിക്കൊടുത്ത ഫുഡ് കഴിച്ച് അവനെ മടിയിൽ താലോലിച്ച് പണ്ടത്തെ പോലെ എല്ലാ സ്നേഹവും വാത്സല്യം കൊടുത്ത് കിടത്തി ഉറക്കി എണീറ്റ് കഴിഞ്ഞ് കൃഷ്ണനോട് ചോദിച്ചത്, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ മകനെ കൊന്നോന്നാ. ആ ഒരു ചോദ്യത്തിൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? അപ്പോൾ ദേജി പറയുന്നുണ്ട്, മറ്റൊരാളുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ് ആർക്കുമില്ല. അതാ തനിക്കും എനിക്കും പറ്റിയ അബദ്ധം. ഇങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി. ഇനി മേലിൽ കൃഷിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കൃഷിന് വീണ്ടും മനസ്സിൽ മറ്റൊരു മുറിവായി. എത്രയും പെട്ടെന്ന് ബലരാമനെ കണ്ടെത്തണം എന്ന് തന്നെ ദേവ്ജിയും പറയുന്നു. എന്നാൽ ആൻറ്റിയമ്മയുടെ വായിൽ നിന്നും ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം കൃപയാണെങ്കിൽ അറിയുന്നുണ്ട്. ഏട്ടനെ അമ്മ പറഞ്ഞു വിട്ടതാണെന്നും അപമാനിച്ചു വിട്ടതാണെന്നൊക്കെ അറിഞ്ഞ് ദേഷ്യത്തോടെ കൃപയാണെങ്കിൽ അമ്മയോട് ചൂടാൻ വരുമ്പോഴത്തേക്കും ആൻറ്റിയമ്മ മാക്സിമം പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും അമ്മ കാണിച്ചത് വളരെ മോശമായി. സിനിമയിലൊക്കെ കാണുന്നത് പോലെ കൊല്ലാൻ പോകുന്നതിന് മുമ്പിട്ട് ആളുകളോട് സ്നേഹം കാണിച്ച് ക്രൂരത കാണിക്കുന്നത് പോലെ അമ്മയ്ക്ക് എങ്ങനെ ഏട്ടനോട് പെരുമാറാൻ പറ്റി? അമ്മയ്ക്ക് എങ്ങനെ മനസാക്ഷി തോന്നി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നീ ചോദിച്ചിട്ടുണ്ടോ, നിൻ്റെ അച്ഛൻ തിരക്കിയിട്ടുണ്ടോ? ബലരാമനെക്കുറിച്ച് ആർക്കും തിരക്കണ്ട. എൻ്റെ വയറ്റിൽ നിന്നും ജനിച്ച എൻ്റെ മകനെപ്പറ്റി ഞാനല്ലാതെ മറ്റാര് തിരക്കും? സ്വന്തം ചേട്ടനോട് നിനക്കോ സ്വന്തം മകനോട് സാഗറിനും കാണിക്കാൻ മടിക്കുന്ന സ്നേഹം ഞാൻ കാണിക്കുന്നതാണോ തെറ്റ്? അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞാൻ തെറ്റുകാരിയാണെങ്കിൽ തെറ്റുകാരിയാകാൻ സമ്മതിച്ചു. എന്നാലും അമ്മയെപ്പോലൊരു ദുഷ്ടയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ആ പാവ ഏട്ടനെ വയ്യായ്ക കാണിച്ച് വിശ്വസിപ്പിച്ച് വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചു വിട്ടല്ലേ. ഇനി അമ്മയ്ക്ക് എന്ത് തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഏട്ടനെ പോയി വിളിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കൃപയാണെങ്കിൽ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും ആൻറ്റിയമ്മ സുജയോട് പറയുന്നുണ്ട്, ബലരാമനെ പറ്റി സാഗറിനോടോ കൃഷ്ണനോടോ ചോദിച്ചതിനൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ നീ എടുത്ത ആ ഒരു രീതി,
അതിലാണ് പ്രശ്നം. എന്തായാലും സാഗറിൻ്റെ മനസ്സ് എന്തുമാത്രം വിഷമിച്ച് കാണും. മാത്രമല്ല കൃഷിൻ്റെ മനസ്സ്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ മകനെക്കുറിച്ച് അറിഞ്ഞാൽ മതി. എൻ്റെ മകൻ്റെ കാര്യത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ അന്വേഷിക്കാൻ. എല്ലാ അർത്ഥത്തിലും ഞാൻ മാത്രമാണ് തെറ്റുകാരി. അങ്ങനെ തെറ്റുകാരിയാകുന്നതിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റക്കാരിയാകുന്നതിനും എനിക്ക് യാതൊരു പിണക്കവും പരിഭവവും ഇല്ലെന്ന് പറഞ്ഞ് തറ തട്ടി നിൽക്കുവാണ് സുജ. അതേസമയം കൃഷാണെങ്കിൽ കൺമണിയോട് പറയുന്നുണ്ട്, അമ്മയെ കാണാൻ കൃപ വന്ന് വിളിച്ചപ്പോഴത്തേക്കും ആദ്യം ഞാൻ വരുന്നില്ലെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് പിന്നീട് പോയി. വേണ്ടിയിരുന്നില്ല, ചുമ്മാ അവിടെ പോയതിൻ്റെ പേരിനല്ലേ സങ്കടം കൂടിയത്. അപ്പം കൺമണിയും പറയുന്നു, വിഷമം മാറി നിന്നതാ. അപ്പോഴാ വീണ്ടും ഇങ്ങനൊരു സങ്കടം ഉണ്ടായെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എങ്കിലും ക്ഷമിച്ചു കൊടുത്തൂടെ? താൻ എന്നെ സമാധാനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പേരിൽ ഒരല്പം സങ്കടപ്പെടാനുള്ള യോഗ്യതയൊക്കെ എനിക്കുണ്ട്. അന്നേരം കൺമണി കൃഷിനെ കെട്ടിപ്പിടിച്ച് വിഷമത്തോടെ പറയുന്നുണ്ട്, എന്തായാലും അമ്മയ്ക്ക് ബോധം വരുന്ന സമയം, അതായത് എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്ന സമയം ഇതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കും എന്ന് പറഞ്ഞ് തല ചായച്ച് കൃഷിൻ്റെ നെഞ്ചത്ത് ചാരിക്കിടക്കുന്ന കൺമണിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.